സെപ്റ്റംബർ 27 ഗൂഗിളിന്റെ ജന്മദിനം. വിവരങ്ങളെ വിരൽത്തുമ്പിലെത്തിച്ച ഈ മഹാസംരംഭത്തിന് ഇന്ന് 25 വയസ്സ് തികയുന്നു. സാങ്കേതികവിദ്യയുടെ ചരിത്രത്തിൽ നാഴികക്കല്ലായ ഈ ഗൂഗിളിന്റെ പിറവിയെക്കുറിച്ച് ഒരു കഥ ഞാൻ പറയട്ടെ. ഗൂഗിളിന്റെ തുടക്കം ഒരു സാധാരണ കച്ചവട സ്ഥാപനമായിരുന്നില്ല, മറിച്ച് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ 2 വിദ്യാർത്ഥികളുടെ പഠനത്തിന്റെ ഭാഗമായിരുന്നു. സ്ഥാപകർ ഗൂഗിളിന് രൂപം നൽകിയത് ലാറി പേജും സെർജി ബ്രിന്നുമാണ്. ഒരു തിരയൽ ഉപകരണം എന്നതിലുപരി വെബ്സൈറ്റുകളുടെ പ്രാധാന്യം അളക്കുന്നതിനുള്ള ഒരു പുതിയ രീതി കണ്ടെത്താനാണ് ഇരുവരും ആദ്യം ശ്രമിച്ചത്. അക്കാലത്തെ മറ്റ് തിരയൽ സംവിധാനങ്ങൾ ഒരു വെബ് പേജിൽ ഒരു നിശ്ചിത വാക്ക് എത്ര തവണ ആവർത്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഫലങ്ങൾ നൽകിയിരുന്നത്. എന്നാൽ ഇതെപ്പോഴും മികച്ച ഫലങ്ങൾ നൽകിയിരുന്നില്ല. ഇതിനു പകരമായി ലാറി പേജ് ഒരു പുതിയ ആശയം മുന്നോട്ടുവച്ചു. ഒരു വെബ്സൈറ്റിന്റെ പ്രാധാന്യം അളക്കേണ്ടത് അതിലേക്ക് എത്ര വെബ്സൈറ്റുകൾ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇതിനെ പിന്തുണ ലിങ്കുകൾ എന്ന് വിളിച്ചു. ഒരു പേജിന് കൂടുതൽ പിന്തുണ ലിങ്കുകൾ ലഭിക്കുമ്പോൾ അത് കൂടുതൽ പ്രസക്തവും ആധികാരികവുമാണെന്ന് കണക്കാക്കാം. ഈ ആശയം അടിസ്ഥാനമാക്കി അവർ വികസിപ്പിച്ച ആദ്യത്തെ തിരയൽ ഉപകരണമാണ് ബാക്ക്റബ്. കാരണം ഇത് വെബ്സൈറ്റുകളുടെ പിന്തുണ ലിങ്കുകൾ വിശകലനം ചെയ്താണ് പ്രവർത്തിച്ചിരുന്നത്. 1997 തങ്ങളുടെ തിരയൽ ഉപകരണത്തിന് ഇരുവരും പുതിയൊരു പേര് നൽകി, ഗൂഗിൾ. 1 എന്ന അക്കത്തിനു ശേഷം 100 പൂജ്യങ്ങൾ ചേർത്താൽ കിട്ടുന്ന വലിയ സംഖ്യയാണ് ഗൂഗിൾ. ലോകത്തിലെ അനന്തമായ വിവരങ്ങളെ ക്രമീകരിക്കാനും എല്ലാവർക്കും ലഭ്യമാക്കാനുമുള്ള തങ്ങളുടെ ലക്ഷ്യത്തെയാണ് ഈ പേര് സൂചിപ്പിച്ചത്. ഗൂഗിളിന്റെ ആദ്യകാല വിജയത്തിന് ഏറ്റവും നിർണായകമായ ഘടകം പേജ് റാങ്ക് എന്ന പേജിന്റെ സ്വന്തം രീതിയാണ്. ലാറി പേജിന്റെ പേരിലാണ് ഇതറിയപ്പെടുന്നത്. ഒരു പേജിലേക്കുള്ള ലിങ്കുകളുടെ എണ്ണം മാത്രമല്ല, ആ ലിങ്ക് നൽകുന്ന വെബ്സൈറ്റിന്റെ പ്രാധാന്യം കൂടി കണക്കിലെടുത്ത് ഫലങ്ങൾ അടുക്കി നൽകുന്ന ഒരു സങ്കീർണമായ സംവിധാനമായിരുന്നു ഇത്. ഇതുകാരണം മറ്റ് തിരയൽ സംവിധാനങ്ങളെക്കാൾ കൃത്യവും പ്രസക്തവുമായ ഫലങ്ങൾ നൽകാൻ ഗൂഗിളിന് സാധിച്ചു. പഠനം മുന്നോട്ടു പോയപ്പോൾ അതിനെ ഒരു കമ്പനിയായി മാറ്റാൻ അവർ തീരുമാനിച്ചു. 1998 സെപ്റ്റംബർ 4 ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് ഗൂഗിൾ ഇൻകോർപ്പറേറ്റഡ് എന്ന കമ്പനി ഔദ്യോഗികമായി സ്ഥാപിച്ചു. തുടക്കത്തിൽ കാലിഫോർണിയയിലെ മെൻലോ പാർക്കിലുള്ള സുഹൃത്തായ സൂസൻ വോച്ചിസ്കിയുടെ വാഹന ഷെഡിൽ വെച്ചായിരുന്നു ഗൂഗിളിന്റെ പ്രവർത്തനം. സൺ മൈക്രോസിസ്റ്റംസിന്റെ സഹസ്ഥാപകനായ ആൻഡി ബെക്ടോൾഷെയ്മാണ് ഗൂഗിളിന് ആദ്യമായി $1,00,000 നിക്ഷേപം നൽകിയത്. ഈ ചെറിയ നിക്ഷേപമാണ് പിന്നീട് ലോകത്തെ മാറ്റിമറിച്ച ഈ സാങ്കേതികവിദ്യാ ഭീമന്റെ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. ഈ ലളിതമായ തുടക്കത്തിൽ നിന്നാണ് തിരയൽ ഉപകരണങ്ങൾക്ക് ഒരു പുതിയ മാനദണ്ഡം സൃഷ്ടിച്ചുകൊണ്ട് ഗൂഗിൾ ലോകത്തിലെ ഏറ്റവും വലിയ വിവരസാങ്കേതികവിദ്യാ കമ്പനികളിലൊന്നായി വളർന്നത്. ഈ അറിവുകൾ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. പുതിയ അറിവുകളുമായി നാളെ വീണ്ടും കാണാം. എല്ലാവർക്കും എന്റെ ശുഭദിനാശംസകൾ.